ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് ട്രാവൽ ഇറ്റ്. ഇന്ന് നമ്മൾ ഒരു മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെയും മാങ്ങയുടെയൊക്കെ കാലമാണല്ലോ, അപ്പോൾ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് നമ്മൾ കോവിലകം സ്റ്റൈലാണ് ചെയ്യുന്നത്. കാരണം ഇതെനിക്ക് പഠിപ്പിച്ചു തന്നത് പുള്ളി ഒരു കോവിലകത്തെ ആളാണ്. പുള്ളി അവരുടെ കോവിലകത്ത് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ അരച്ച് മൂപ്പിച്ചും ചെയ്യാം, മൂപ്പിക്കാതെയും ചെയ്യാം. നമ്മളിവിടെ പച്ചക്ക അരപ്പ് ചേർത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് ഒന്ന് കത്തിക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, അതിനകത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 4 മാമ്പഴത്തിൻ്റെ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ ഞാനും വർഷയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മതി. അതുകൊണ്ട് നമുക്ക് അതിനാവശ്യമായ വെള്ളം ആദ്യം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഈ മാങ്ങയ്ക്ക് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യമായ കൈയളവിന് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉപ്പിട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ 1/4 സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. അതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമ്മളതൊന്ന് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ തിളച്ച് വരട്ടെ. ഒരു ഫുൾ തേങ്ങയാണ്, ചെറിയൊരു തേങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, അരപ്പുണ്ടാക്കാനായിട്ട് അരച്ചെടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി അത് കട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ഒരമുറി, അപ്പോൾ നമ്മൾ ഏകദേശം 1/2 കിലോ മാങ്ങയും 1/2 ലിറ്റർ തൈരും ഉപയോഗിച്ചിട്ട് മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, അത് അരച്ചെടുക്കാൻ ആവശ്യമായ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പച്ചമുളക്, ചെറിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ഇട്ടിട്ടുണ്ട്. ഇത് 4 അല്ലി വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ നല്ല ജീരകം നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. മതിയോ? ഇത്രയും സാധനമായിട്ട് കുറച്ച് വെള്ളം ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ റെഡി ആയോന്ന് പ്ലേ ചെയ്ത്. നമ്മുടെ മാങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അതെ, നമ്മൾ അരച്ച് വെച്ചാണ് അരപ്പാണ്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് ഇളക്കി കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോകണം. നമ്മൾ തീ കുറച്ച് അരപ്പിൻ്റെ പച്ചച്ചുവ പോകാനായിട്ടൊന്ന് വെച്ചേക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ലിറ്റർ തൈരാണ് ചേർക്കണം. അപ്പോൾ നമുക്ക് തൈര് ചേർക്കാം. ഈ ഫുള്ള് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ തൈര് ചേർക്കാൻ. നമ്മളിവിടെ തീ കുറച്ച് വെച്ച് ഈ അരപ്പും തൈരും ഒക്കെ ആയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇളക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അടുത്ത കാര്യങ്ങൾ. നമ്മൾ പതിയെ ഇളക്കണം കേട്ടോ. തൈരായിട്ട് പതിയെ ഇളക്കണം, അല്ലെങ്കിൽ തൈര് തെറിക്കും, കൂടിപ്പോവും. നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി പതിയൊന്ന് ചൂട് കയറട്ടെ കേട്ടോ. ചൂട് കയറിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ബാക്കി താളിച്ചൊഴിക്കാനുള്ള ഒഴിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് കോവിൽ ചേർക്കണം.
ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ ഉപ്പ് കുറവുള്ള ഉപ്പ് നമ്മളിവിടെ ചേർക്കുകയാണ്. ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി പിടിപ്പിക്കും. ഇളക്കിയിട്ടുണ്ട്. ഇനി ഇവനിവിടെ ഇരിക്കട്ടെ. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇതിന് താളിച്ചൊഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്കിതൊന്ന് താളിക്കണം. ആ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല കോവിലകം സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. അത് നമ്മൾ നെയ്യ് ഉപയോഗിച്ചാണ് താളിച്ച് ഒഴിക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. നമ്മളിത് ഇവിടെ താളിക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കത്തിച്ച് നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. നമ്മളെ കടുക് അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചൊരു ഉള്ളിലേക്ക് കൊടുക്കാം. ഇത് നമ്മൾ ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിട്ടുണ്ട് മതി. അത് പൊട്ടി വരട്ടെ. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ചേർത്തേക്കണതാണ്. അരപ്പ് ഇതിലേക്ക് ചേർത്തേക്കണതാണ്. നമുക്ക് ചെറിയുള്ളി ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് ഈ സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി നമ്മളിവിടെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. ആ നെയ്യിൽ താളിച്ചൊഴിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു മണവും ഇവിടെ ആകെ പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് കുറേ ആളുകൾ നമ്മളെ ഫോണിൽ വിളിച്ചല്ലാതെയും ചോദിച്ചൊരു കാര്യം, നിങ്ങളുടെ കാറ്ററിംഗ് വർക്കിൻ്റെ വീഡിയോസൊക്കെ അത് ചാനലിൽ കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിച്ചു. അത് കൊണ്ടുവരണം നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ചില ദിവസങ്ങളിൽ ഈ 10, 50, 100, 200 ആയിട്ട് നമുക്ക് 2-3 ഓർഡറുകളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞാനും വർഷയും മാത്രമാണുള്ളൂ, ചിലപ്പോൾ ഒരാളെ സഹായത്തിന് കാണാം. അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കണം. നമ്മൾ അതിനിടയ്ക്ക് ഇവിടെ കുറച്ച് വർക്കുകൾ ചെയ്തായിരുന്നു. ഒരു 300, 500, 1000 ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അന്നേരം നമ്മുടെ ക്യാമറമാൻ ഇവിടെ ഉണ്ടായില്ല. പക്ഷേക്കാണെങ്കിൽ നമ്മൾ ജോനൂട്ടനെ ഇട്ടിട്ട് നമ്മൾ വർക്ക് എടുക്കുന്ന സൈറ്റിലേക്ക് വരാനും പറ്റില്ല. അപ്പോൾ അതാണ് നമുക്ക് ആ വീഡിയോസൊന്നും ഇതുവരെ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ 1-2 വീഡിയോസ് നമുക്ക് 1-2 ഓർഡറുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കല്യാണ വർക്കുകളും അല്ലാതെ ചെറിയ ആഘോഷ പരിപാടികളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്യാമറമാനെ ഉൾപ്പെടുത്തി അവിടെ പോയി നമ്മളത് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ആ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വല്ല അച്ചാറോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരുന്നതാണ്. എന്നാലും കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.